ദേശീയ വാർത്തകളിലേക്ക് എത്തുമ്പോൾ ഏറ്റവും പ്രധാനം അർഹിക്കുന്നത് അങ്ങ് വടക്കേ അറ്റത്ത് ജമ്മു തെരഞ്ഞെടുപ്പാണ്. അതിന് പിന്നാലെ നമുക്ക് രാജ്യാന്തര തലത്തിൽ ലെബനനിലേക്കും ഇസ്രയേലിലും ഒക്കെ പോകേണ്ടതുണ്ട്. എന്തായാലും വളരെ ശുഭകരമായ വാർത്തയാണ് ഇത്രയും ദിവസമായി ജമ്മു കാശ്മീരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. നാളുകൾക്ക് ശേഷം സമാധാനം, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു. സമാധാനപരമായി ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയ മുന്നോട്ട് പോകുന്നു. സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ട് ടേൺ ഔട്ട് എന്ന് പറയാവുന്ന വോട്ടിംഗ് ശതമാനം ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നമ്മൾ കാണുകയാണ്. എന്തായാലും അത് ആവർത്തിക്കുമോ ഇന്ന് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ എന്നതാണ് അറിയേണ്ടത്. പ്രധാന മേഖലകളൊക്കെ ഉണ്ട്. കാരണം ശ്രീനഗർ ഉണ്ട്, പൂഞ്ച് ഉണ്ട്, രജൌരി, റിയാസി തുടങ്ങിയ മേഖലകളിലൊക്കെ 26 മണ്ഡലങ്ങളാണ് ഇന്ന് ജനവിധി തേടുന്നത്. എന്തായാലും തയ്യാറെടുപ്പുകൾ പൂർത്തിയായിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ശക്തമാണെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും അറിയിക്കുന്നത്. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ശ്രീനഗറിൽ നിന്ന്. ജിഷ്ണു, ഒപ്പം നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് സഞ്ജയ് കൗശലമുണ്ട്. ജിഷ്ണു, ഗുഡ് മോർണിംഗ്, സുപ്രഭാതം, സ്വാഗതം പുത്തമ്പലരിയിലേക്ക്. വോട്ടെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു. എത്ര മണിവരെയാണ് വോട്ടെടുപ്പ്? ഇതുവരെയുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പ്രദീപാനു, ഗുഡ് മോർണിംഗ്, നമസ്തേ. ജമ്മു കശ്മീർ രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചു. 7 മണിയോടുകൂടിയാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടുള്ളത്. ഞാനിപ്പോഴുള്ളത് ശ്രീനഗറിൽ ലാൽ ചൗക്കിൽ മണ്ഡലത്തിലെ SP കോളേജിലെ പോളിംഗ് ബൂത്തിലാണ്. പോളിംഗ് ബൂത്ത് നമ്പർ 19-20 ആണ് ഈ സ്ഥലത്ത് പ്രവർത്തിക്കുന്നത്. രാവിലെ ആളുകൾ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. 26 മണ്ഡലങ്ങളാണ് ഇന്ന് ജമ്മു കശ്മീരിൽ ഈ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തുന്നത്. അതായത് ജമ്മു സെക്ടറിലെ പൂഞ്ച്, രജൌരി, റിയാസി മേഖലകൾ, ഒപ്പം കൂടാതെ ശ്രീനഗർ ഉൾപ്പെടെയും കശ്മീർ മേഖലയിലെയും 6 ജില്ലകളിലായി 26 മണ്ഡലങ്ങൾ ഇന്ന് പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. രാവിലെ മുതൽ തന്നെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ നിര നമുക്ക് പോളിംഗ് സ്റ്റേഷനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒന്നാം ഘട്ടത്തിൽ 60% മുകളിൽ പോളിംഗ് ജമ്മു കാശ്മീരിൽ രേഖപ്പെടുത്തിയിരുന്നു. ഇന്നിപ്പോൾ രണ്ടാം ഘട്ടം നടക്കുമ്പോൾ 3502 പോളിംഗ് സ്റ്റേഷനുകളാണ് ഇന്ന് ക്രമീകരിച്ചിട്ടുള്ളത്. അതിൽ 1056 അർബൻ പോളിംഗ് സ്റ്റേഷനുകളും 2446 റൂറൽ പോളിംഗ് സ്റ്റേഷനുകളുമാണുള്ളത്. അതായത് ഇത്തവണ ഈ രണ്ടാം ഘട്ടത്തിൽ ഗ്രാമീണ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് നടക്കുന്നത് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. അതിനൊപ്പം തന്നെ സെൻട്രൽ കശ്മീരിലെ ശ്രീനഗർ ഉൾപ്പെടെയുള്ള സെൻട്രൽ കശ്മീരിലെ മുഴുവൻ മണ്ഡലങ്ങളും ഇന്ന് പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. അത്തരത്തിൽ സമാധാനപരമായി വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. ആദ്യഘട്ടത്തിൽ 60% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. രണ്ടാം ഘട്ടത്തിലും പോളിംഗ് ശതമാനം, മികച്ച പോളിംഗ് ശതമാനം ഉണ്ടാകും എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികളുടെയും ഒപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും നിഗമനം. സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാണ്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് പോളിംഗിനുള്ള സമയം അനുവദിച്ച് നൽകിയിട്ടുള്ളത്. വൈകിട്ട് 6 മണിക്കുള്ളിൽ പോളിംഗ് സ്റ്റേഷനിലെത്തുന്ന മുഴുവൻ ആളുകൾക്കും വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ടാകും എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ പോളിംഗ് സ്റ്റേഷനുകളിൽ വലിയ തിരക്ക് നമുക്ക് രാവിലെ മുതൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ജനങ്ങൾ വലിയ ജനപങ്കാളിത്തം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ചൂണ്ടിക്കാട്ടിയതുപോലെ വലിയ ജനപങ്കാളിത്തമാണ് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം മുതൽ വോട്ടെടുപ്പ് വരെയുള്ള തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിൽ ഇത്തവണ കശ്മീരിൽ കാണാൻ സാധിക്കുന്നു. ഒപ്പം സമാധാനപരമായി യാതൊരു തരത്തിലും അക്രമ സംഭവങ്ങളില്ലാതെ സമാധാനപരമായും വോട്ടെടുപ്പും തെരഞ്ഞെടുപ്പ് നടപടികളും ജമ്മു കശ്മീരിൽ പൂർത്തിയാക്കാൻ സാധിക്കുന്നു. രണ്ടാം ഘട്ടത്തിലെ പ്രമുഖ സ്ഥാനാർത്ഥികളെ പരിശോധിക്കുമ്പോൾ ഒന്ന് നാഷണൽ കോൺഫറൻസിന്റെ സീനിയർ ലീഡറും കൂടാതെ ജമ്മു കശ്മീർ മുൻ മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഒമർ അബ്ദുള്ള, കൂടാതെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രവീന്ദ്ര റെയ്ന, ലാൽ ചൗക്ക് മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി ഐജാസ് ഹുസൈൻ, കോൺഗ്രസിന്റെ ജമ്മു കാശ്മീർ പ്രസിഡന്റ് തുടങ്ങിയിട്ടുള്ള നേതാക്കളാണ് രണ്ടാം ഘട്ടത്തിൽ ജനവിധി രേഖപ്പെടുത്തുന്നത്. ജമ്മുവിലെ 11 മണ്ഡലങ്ങളും കശ്മീർ മേഖലയിലെ 15 മണ്ഡലങ്ങളും ഉൾപ്പെടെ 26 മണ്ഡലങ്ങൾ കൂടി ഇന്ന് പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. രണ്ടാം ഘട്ടത്തിലെ പോളിംഗ് ഇപ്പോൾ 7 മണിക്ക് ആരംഭിച്ച് ഏകദേശം 1 മണിക്കൂർ പിന്നിടുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വലിയൊരു തിരക്ക് മുൻകാലങ്ങളിൽ ഇല്ലാത്ത രീതിയിലുള്ള ഒരു ജനങ്ങളുടെ പങ്കാളിത്തം നമുക്ക് കശ്മീരിലെ പോളിംഗ് സ്റ്റേഷനുകളിൽ കാണാൻ സാധിക്കുന്നു. നേരത്തെ ഇത്തരം ബൂത്തുകളിൽ 500-600-ലധികമോ വോട്ടുകളുള്ള വോട്ടവകാശം വിനിയോഗിക്കാനുള്ള പൗരന്മാരുണ്ടെങ്കിൽ കേവലം 2-3 വോട്ടുകൾ മാത്രം രേഖപ്പെടുത്തിയിരുന്ന മുൻകാലത്തെ തെരഞ്ഞെടുപ്പ് ചരിത്രമുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് വലിയ രീതിയിലുള്ള ആളുകൾ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. വോട്ടെടുപ്പിനായിട്ട് പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തുകയും ആ വോട്ട് വിനിയോഗിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ജനാധിപത്യ പ്രക്രിയകളിൽ പങ്കാളിയാവുകയും ചെയ്യുന്നുണ്ട്. രണ്ടാം ഘട്ടത്തിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 26 മണ്ഡലങ്ങളാണ് ഇന്ന് ഇപ്പോൾ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടി ശക്തമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന്
കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾ പ്രശ്നബാധിത ബൂത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് CCTVയും ഒപ്പം സൈന്യത്തിന്റെയും CRPFന്റെയും ജമ്മു കാശ്മീർ പോലീസിന്റെയും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വലിയ ജനപങ്കാളിത്തം തെരഞ്ഞെടുപ്പിൽ, അത് പ്രചാരണം മുതൽ വോട്ടെടുപ്പ് വരെയുള്ള തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിൽ കശ്മീർ താഴ്വരയിൽ ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രദീപ്. ശരി ജിഷ്ണു, തുടർന്നുള്ള മണിക്കൂറുകളിൽ ജിഷ്ണുവിനെ പ്രതീക്ഷിക്കുന്നുണ്ട്. തത്സമയം തന്നെ 9 മണി ലൈവ് റിപ്പോർട്ട് തുടങ്ങി എല്ലാ മണിക്കൂറിലും ജിഷ്ണുവിനെ കാണണം, കാണിക്കണം എന്നാണ് ഇന്നലെ മീറ്റിംഗിൽ തന്നെ പറഞ്ഞത്. കാര്യം വളരെ താല്പര്യത്തോടു കൂടി ഒരു രാഷ്ട്രം മുഴുവൻ അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള ഭാരതീയർ മുഴുവൻ ഉറ്റുനോക്കുന്നതാണ് ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുപ്പ്, അതെങ്ങനെ പോകുന്നുവെന്നും ഒടുവിൽ അതിന്റെ ഫലം എന്താണെന്നും അടക്കമുള്ള കാര്യങ്ങളിലേക്ക്. മാത്രമല്ല ജമ്മു കാശ്മീരിന്റെ ഒരു പ്രത്യേക പരിപാടി കൂടി ജനം TV ഒരുക്കുന്നുണ്ട്. യെസ്, നയാ കശ്മീർ അല്ലേ, ആ സസ്പെൻസ് പൊളിക്കുകയാണ്. ഇന്ന് രാത്രി 8:30 നയാ കാശ്മീർ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ കശ്മീരിന്റെ ഇതുവരെയുള്ളൊരു ചരിത്രത്തിന്റെ കഥ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. ഒപ്പം ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലുള്ള പ്രത്യേക പരിപാടിയാണ്. ഇന്ന് രാത്രി 8:30 ജിഷ്ണു കൃഷ്ണനും സഞ്ജയ് കൗശലും ചേർന്ന് ജമ്മു കാശ്മീരിൽ നിന്ന് തന്നെ തയ്യാറാക്കിയ പ്രത്യേക പരിപാടി നയാ കശ്മീർ കാണാം ഇന്ന് രാത്രി 8:30.